അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ, ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഷാ അള്ളാ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം, നമുക്ക് ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം ഒരുപാട് പേർക്ക് ഈ രീതിയിൽ സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട്. അത്രക്കും മഹത്വമുള്ള ഒന്നാണ് സൂറത്തുൽ ഫത്തഹിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ ഓതുന്നതുമായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ഇത് ഓതാൻ തുടങ്ങേണ്ടത്, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം, അതായത് നമുക്ക് സ്ത്രീകൾക്ക് ജുമുഅ ഇല്ലല്ലോ, അപ്പം പള്ളിയിൽ ജുമുഅ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ളുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം, സ്ത്രീകൾ ളുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തുൽ ഫത്തഹ് നിങ്ങൾ 7 വട്ടം ഓതുക. സൂറത്തുൽ ഫത്തഹ് വെള്ളിയാഴ്ച ദിവസം ളുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം ജുമുഅ കഴിഞ്ഞിട്ട് 7 വട്ടം സൂറത്തുൽ ഫത്തഹ് ഓതുക. അതിൻ്റെ ശേഷമായിട്ട് ഈ 7 വട്ടം സൂറത്തുൽ ഫത്തഹ് നിങ്ങൾ ഓതി അത് കഴിഞ്ഞതിൻ്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ് 489 വട്ടവും ചൊല്ലുക. സൂറത്തുൽ ഫത്തഹ് 7 പ്രാവശ്യം വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷമായിട്ട് നമ്മൾ ഓതി. അത് ഓതിയതിൻ്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ് 489 പ്രാവശ്യവും നിങ്ങൾ ചൊല്ലുക. ഇതേ രീതിയിൽ നിങ്ങൾ അടുത്ത ജുമുഅ വരെ ചെയ്യണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ ജുമുഅൻ്റെ ശേഷം നിങ്ങൾ സൂറത്തുൽ ഫത്തഹ് നിങ്ങളെ മനസ്സിലുള്ള കാര്യം, ഉദ്ദേശം, ആഗ്രഹം നടക്കാൻ വേണ്ടി മനസ്സിൽ വെച്ചുകൊണ്ട്, നിങ്ങളെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ ഫത്തഹ് ഇന്ന് ളുഹ്റിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ 7 പ്രാവശ്യം ഓതി. സൂറത്തുൽ ഫത്തഹ് 7 പ്രാവശ്യം ഓതി. അതിൻ്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 489 വട്ടവും ചൊല്ലി. ഇങ്ങനെ നാളെയും മറ്റന്നാളും അങ്ങനെ തുടങ്ങി പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച ളുഹ്ർ വരെ ഇതേ രീതിയിൽ നിങ്ങൾ തുടർന്ന് ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച ഇതേ രീതിയിൽ നിങ്ങൾ തുടർന്ന് ചെയ്യുക. ഇനിയിപ്പം നമ്മൾ സ്ത്രീകൾ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് എത്താൻ കഴിയില്ല, അതിൻ്റെ മുന്നേ നമുക്ക് പീരീഡ്സ് ആവും, ഖുർആൻ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇടയിൽ പീരീഡ്സ് ആവാത്തൊരു സമയം നമുക്കറിയാലോ, നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇടയിൽ പീരീഡ്സ് ആവാത്തൊരു ടൈം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഓതുക. അത് ക്ലിയർ ആയതിൻ്റെ ശേഷം തുടങ്ങുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇപ്പോൾ തുടങ്ങിയിട്ട് 2 ദിവസം ഓതി കഴിഞ്ഞതിന് ശേഷം പീരീഡ്സ് ആയാൽ പിന്നെ അത് മുഴുവനായിട്ട് നമുക്ക് ഓതാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യുക. ഇതേ രൂപത്തിൽ നിങ്ങൾ വളരെയേറെ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നിങ്ങളെ മനസ്സിലുള്ള എന്താഗ്രഹവും അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. അത്രക്കും മഹത്വമാണ്. അതുപോലെ ഒരുപാട് പേർക്ക് ഇത് ഓതിയിട്ട് അനുഭവമുണ്ട് പറയാം. സൂറത്തുൽ ഫത്തഹിനെ കുറിച്ച് ഓരോ ആൾക്കും ഓരോ അനുഭവമുണ്ട്. ഓരോ കാര്യത്തിന് ഓരോ ആൾക്കാർ ഇതേ രൂപത്തിലൊക്കെ ഓതിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയ അനുഭവങ്ങളുണ്ട് പറയാൻ. അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ഇന്ന് ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് ചെയ്തോളൂ. അടുത്ത വെള്ളിയാഴ്ച വരെ ഇതേ ഒരു രൂപം കേട്ടോ, ആരും മറന്നു പോവരുത്. സൂറത്തുൽ ഫത്തഹ് വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം 7 തവണ ഓതിയതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 489 പ്രാവശ്യം. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ തുടർന്ന് പോവുക. ഓതുന്നതിന് മുന്നേ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹമൊന്ന് അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയുക. എൻ്റെ ഇന്ന പ്രയാസത്തിനും പ്രശ്നത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അടുത്ത വെള്ളിയാഴ്ച വരെ ഇൻഷാ അല്ലാഹ് ഞാൻ
ഓതും. എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാവണം, എൻ്റെ ആഗ്രഹം നടക്കണം, മാനസികമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രയാസം തീരണം. അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളിത് നിസ്സാരമാക്കി തള്ളരുത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു അറിവാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയാസം വരുന്ന സമയത്തും നിങ്ങൾ ഇതേ രൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ. വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം നിങ്ങൾ തുടങ്ങണം എന്നേ ഉള്ളൂ. അതായത് നമ്മൾ സ്ത്രീകൾക്ക് ജുമ ഇല്ല, അപ്പം പള്ളിയിൽ ജുമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം തുടങ്ങുക. അപ്പം നമുക്ക് ളുഹറിൻ്റെ ആ സമയത്തൊക്കെ നല്ല തിരക്കിട്ട ജോലിയായിരിക്കും സ്ത്രീകൾക്ക്. അപ്പോൾ ആ ജോലികളൊക്കെ പെട്ടെന്നൊന്ന് തീർക്കുക. വെള്ളിയാഴ്ച ദിവസം എനിക്ക് ഇങ്ങനെ കാര്യം ചെയ്യാനുണ്ട്, അപ്പം അതിനനുസരിച്ച് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാമല്ലോ. ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് ജോലികളൊക്കെ വീട്ടിലെ കാര്യങ്ങളും ജോലികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഒക്കെ റാഹത്താക്കി വെക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ പുരുഷന്മാരുണ്ടവരെങ്കിൽ അവർ ജുമുഅ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ത്രീകൾക്കുണ്ടാവും. അപ്പം അതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് വെള്ളിയാഴ്ച നിങ്ങൾ നേരത്തെ തന്നെ ജോലികളൊക്കെ തീർത്ത് വെച്ച് കുളിയും വൃത്തിയായി വന്നിട്ട് ഉളു എടുത്തുകൊണ്ട് സൂറത്തുൽ ഫത്തഹ് 7 പ്രാവശ്യം ജുമുഅ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ത്രീകൾ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം 7 സൂറത്തുൽ ഫത്തഹ് ഓതുക. പിന്നെ യാ ഫത്താഹു യാ അല്ലാ എന്ന് 489 വട്ടട്ടോ. ഞാൻ സ്ക്രീനിൽ കാണിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി മറക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ഓർക്കാൻ കഴിയില്ലെങ്കിൽ, പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുക എത്ര എണ്ണമാണ് യാ ഫത്താഹു യാ അല്ലാ എന്ന് ഓതേണ്ടത്, അതുപോലെ സൂറത്തുൽ ഫത്തഹ് എത്ര എണ്ണമാണ് ഓതേണ്ടത് എന്നൊക്കെ സ്ക്രീനിൽ കാണിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് ചെയ്തു നോക്കുക. ളുഹർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് ചെയ്യുക. അതേ രൂപത്തിൽ നിങ്ങൾ അടുത്ത വെള്ളി വരെ ഇതേ രൂപത്തിൽ തന്നെ ചെയ്തു പോരണം കേട്ടോ. 7 തവണ സൂറത്തുൽ ഫത്തഹ്, അതിൻ്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാ 489 വട്ടം. അങ്ങനെ ളുഹറിൻ്റെ ശേഷം ഇന്ന് ഇൻഷാ അല്ലാ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ളുഹറിൻ്റെ ശേഷം, അതുപോലെ നാളെ ളുഹറിൻ്റെ ശേഷം, മറ്റന്നാൾ ളുഹറിൻ്റെ ശേഷം, അങ്ങനെ ഫത്തഹ് സൂറത്തും ഈ ഒരു ഇസ്മും അങ്ങനെ ഓതി ചൊല്ലിപ്പോരുക. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച ജുമുഅൻ്റെ ശേഷം വരെ ഇങ്ങനെ ചെയ്യുക. അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇത് ഓതുന്നത്. എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ടെൻഷനോ പ്രയാസമോ ഒക്കെ വെച്ചിട്ടായിരിക്കും ഓതുക. പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടും ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. ചിലവരൊക്കെ പറയാനുണ്ട്, എനിക്ക് എത്ര ഓതിയിട്ടും കാര്യമില്ല, ഞാൻ എത്ര ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, എൻ്റെ കാര്യത്തിനൊന്നും ഒരു സമാധാനവും ആവുന്നില്ല. അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. എനിക്ക് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്നും വന്നാൽ പിന്നെയും നമ്മൾ പരീക്ഷിക്കപ്പെടും. അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ആരോടും അങ്ങനെയൊന്നും പറയാതിരിക്കുക. അപ്പം എല്ലാത്തിനും ക്ഷമിക്കുക. അപ്പോൾ അള്ളാഹ് എന്തെങ്കിലും നിങ്ങൾക്ക് വലിയൊരു സന്തോഷം നിങ്ങൾക്ക് അള്ളാഹ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ടൈം ആവുന്ന സമയത്ത് അള്ളാഹ് നിങ്ങൾക്ക് തരും. ഒരുപാട് കടമുണ്ട്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങളോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുമുണ്ട് കമൻറ്റിലൂടെ, ഓരോ വിഷമം പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്റോ സലാത്തോ ആയത്തോ ഉണ്ടോ ചെല്ലാൻ, മാനസികമായിട്ട് ടെൻഷനാണ്, മനസ്സിന് സമാധാനമില്ലാത്തൊരു ജീവിതമാണ്, ജീവിക്കാൻ തന്നെ പൂതിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇത്താൻ്റെ നമ്പർ ഒന്ന് തരുമോ, എനിക്കൊരു സംസാരിക്കാനാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്ക് മനസ്സിന് നമുക്ക് വല്ലാത്ത പ്രശ്നവും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ആരോടോ ഒന്ന് ഷെയർ ചെയ്താൽ കുറേയൊക്കെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടും. അങ്ങനെയൊക്കെ നമ്പർ വരെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രൂപം ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് കഴിയുന്നവർ ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. അടുത്ത വെള്ളിയാഴ്ച വരെ ഇതേ രൂപത്തിലിട്ടോ. അതിൻ്റെ ഇടയിലൊരു വിടവ് വരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിർത്തി വെക്കാൻ പാടില്ല. അടുത്ത വെള്ളിയാഴ്ച വരെ തുടർന്ന് ഓതണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് സ്ത്രീകൾക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പം ആർക്കെങ്കിലും പീരീഡ്സിൻ്റെ ഡേറ്റ് സമയമുണ്ടെങ്കിൽ അത് ചെയ്യൽ തുടങ്ങാതിരിക്കുക. അത് ക്ലിയർ ആയതിൻ്റെ ശേഷമായിട്ട്
ഒരു വെള്ളിയാഴ്ച തുടങ്ങുക, എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ പോരുക. അതിൻ്റെ ഇടയിലായിട്ട് നിർത്തി വെക്കരുത് ഓതാതെ. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതിപ്പം നമ്മളിപ്പോൾ സൂറത്തുൽ ഫത്തഹ് ഇപ്പോൾ ഒരു 7 പ്രാവശ്യം ഓതാനിരുന്നാൽ, ആരെങ്കിലും ഒന്ന് സംസാരിക്കാനിരുന്നാൽ നമ്മുടെ ആ ശ്രദ്ധ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട്, ഓരോ സലാത്തായിക്കോട്ടെ ദിക്റുകളായിക്കോട്ടെ ഒക്കെ ചെല്ലുന്ന സമയത്ത് സംസാരിക്കാതെ നമ്മൾ ചെയ്യണം. എന്നാലാണ് അതിനൊക്കെ നമ്മുടെ മനസ്സ് മാറും. പെട്ടെന്ന് ഇത് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല തെക്കുവയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഇത് ഓതാനും ചെയ്യാനും ഒക്കെ ഇരിക്കുക. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് വന്ന് സംസാരത്തിൽ ഏർപ്പെട്ടാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അതിലേക്ക് തന്നെ അള്ളാഹുവിലേക്ക് ഓർത്തുകൊണ്ട് അള്ളാഹിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ രൂപം സൂറത്തുൽ ഫത്തഹിൻ്റെ ഗുണം ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല, അത്രക്കും ഗുണങ്ങളാണ് സൂറത്തുൽ ഫത്തഹിനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% തന്നെ പറയാം, നിങ്ങളെ കാര്യം എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് ഈ ഒരു രൂപത്തിൽ ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹ് നിങ്ങൾക്ക് റാഹത്താക്കി തരും. 7 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ, വെറും 7 ദിവസത്തിൽ നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും. ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചെയ്യണം ഈ പറഞ്ഞ രീതിയിൽ. അതുപോലെ പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കാതെ ഒരു ദിവസം പോലും അതിൻ്റെ ഇടയിൽ ഓതാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. ഈ 7 ദിവസം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു 7 ദിവസം തുടരെയായിട്ട് പോരണം. സൂറത്തുൽ ഫത്തഹ് 7 തവണ ളുഹർ നിസ്കാരത്തിന്. ഇനി വെള്ളിയാഴ്ച തുടങ്ങുക പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജുമാൻ്റെ ശേഷം നമ്മൾ പള്ളിയിൽ ജുമ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ നാളെ ളുഹറിൻ്റെ ശേഷം, അങ്ങനെ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം, മറ്റന്നാളും ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം, അങ്ങനെ അടുത്ത വെള്ളി വരെ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തുൽ ഫത്തഹ് യാ ഫത്താഹു യാ അല്ലാ 489 വട്ടം കേട്ടോ. ഞാൻ ഇങ്ങനെ വീണ്ടും 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 നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ഒന്ന് ചെയ്തു നോക്കൂ. ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും ടെൻഷൻ അനുഭവിക്കുന്നവർ ഒരുപാട് കമൻറ്റിലൂടെ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞിങ്ങനെ കമൻറ്റ് എഴുതുന്നവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എൻ്റെ കാര്യം റാഹത്താവും എന്ന വിശ്വാസത്തോടു കൂടി ഇത് ചെയ്താൽ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ ഈ കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉദ്ദേശം നടക്കും. എനിക്ക് നേടാൻ കഴിയും, ഞാൻ വിചാരിച്ചത് എനിക്ക് നേടാൻ കഴിയും. അങ്ങനെയുണ്ടല്ലോ. ഇനിയിപ്പോൾ പരീക്ഷ ആയിക്കോട്ടെ, നമുക്ക് എവിടെന്നെങ്കിലും കാശ് കിട്ടാനുണ്ട്, ആ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പണം കടം കൊടുത്തവർ തിരിച്ചു തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ശരിക്കും ഫുള്ളായിട്ട് കേൾക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ സ്പീഡാക്കി കേൾക്കാൻ കഴിയും. അങ്ങനെ സ്പീഡാക്കിയിട്ട് കേട്ട് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ ചെയ്താലാണ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും 100% ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യത്തിനാണോ നിങ്ങൾ 7 ദിവസം ഈ സൂറത്തുൽ ഫത്തഹ് ഓതാൻ തീരുമാനിച്ചത് ആ ഒരു കാര്യം നടന്ന് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് തന്നെ ഓതാൻ പറ്റുന്നവർ, തുടങ്ങാൻ പറ്റുന്നവർ ഇന്ന് തന്നെ തുടങ്ങുക. അല്ല ഇനി അടുത്ത വെള്ളിയാഴ്ച തുടങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും നോക്കിയാൽ മതി കേട്ടോ. എന്തിന് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഈ രൂപത്തിൽ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നടന്ന് കിട്ടിയില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു ആഴ്ച 7 ദിവസം ചെയ്ത് എൻ്റെ കാര്യം നടന്നില്ല എന്ന് കരുതിയിട്ട് പിന്നെയും അടുത്ത ആഴ്ചയും വെള്ളിയാഴ്ച നിങ്ങളൊന്ന് തുടങ്ങി നോക്കുക. അങ്ങനെ
അങ്ങനെ 7 ദിവസമായിട്ട് വീണ്ടും 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 ഇങ്ങനെ തുടങ്ങി. ചിലർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ടെൻഷൻ ആവരുത്. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നിങ്ങൾ ഇതേ രൂപത്തിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ചെയ്ത് നോക്കിട്ടോ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.